ഹായ് കൂട്ടുകാരെ, നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഒരു ബിരിയാണിയാണ്. ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തമിഴ്നാട്, ആന്ധ്ര ആ പ്രദേശങ്ങളിലൊക്കെ സാധാരണയായിട്ട് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. ഇതിന് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ റൈസാണ്. നമ്മുടെ ബിരിയാണി റൈസ് ആയാലും കുഴപ്പമില്ല. അത് ഞാനൊരു 1.5 ഗ്ലാസ് എടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു എല്ലാം കൂടെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു 10 രൂപയുടെ പാക്കറ്റാണ്. പിന്നെ ഒരല്പം നാരങ്ങ നീരും കൂടെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു കുക്കറാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം. അപ്പം നെയ്യിലാണ് നമ്മൾ ഈ മസാലയെല്ലാം വറുത്തെടുക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു 4 സ്പൂൺ നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ നെയ്യ് കട്ടയായിട്ടുള്ള നെയ്യാണിത്. ഇതൊന്ന് ഉരുകി വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഏകദേശം ഉണ്ടാകും. ഇപ്പം നമ്മൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഏകദേശം ഇതുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഒരു പച്ചമുളകും ആദ്യം ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗണിഷ് നിറം വരുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകാതെ നോക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു കുറച്ച് മസാലക്കൂട്ടുണ്ട്. ഗ്രാമ്പു, ഏലക്ക, ജാതിപത്തിരി, അതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഏതാണ്ട് ഒരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് അരി അളന്നെടുത്തത്. അപ്പം ഇതിൽ 1.5 ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു 2.5 ഗ്ലാസോളം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുവാണ്. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പായി. നിങ്ങൾ ഉപ്പ് എത്രയാണ് വെള്ളം ചേർക്കുന്നത് അതനുസരിച്ചിട്ട് ഉപ്പ് ഒന്ന് നോക്കണം. ഒരല്പം ഉപ്പ് കൂടുതലുണ്ടാവണം, എന്നാലേ ചോറിലെല്ലാം കറക്റ്റ് ഉപ്പ് പാകത്തിന് പിടിക്കൂ. അപ്പം ഞാനിവിടെ എനിക്ക് 1 സ്പൂൺ
ടീസ്പൂണിന് ഉപ്പ് മതിയായിരുന്നു. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് നാരങ്ങ നീരാണ്. അപ്പോൾ നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കണം. ബാലൻസ് കുറച്ച് മല്ലിയില നമുക്ക് ബിരിയാണിയൊക്കെ തയ്യാറായതിനു ശേഷം കുറച്ച് ചേർക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ബിരിയാണി ഏതാണ്ട് പകുതി കെട്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൽ വലിയ ജോലികളായിട്ടൊന്നുമില്ല. റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് റൈസ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് കുതിർത്തെടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഓരോ അരിയുടെയും നിങ്ങളെ വേവ് അനുസരിച്ചിട്ട് വേണം കുക്കറിൽ വയ്ക്കാൻ. അപ്പോൾ നമ്മൾ അരി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കണം. അത്ര മതിയാവും. പിന്നെ അതിൻ്റെ പ്രഷർ ഒന്ന് പോകുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് 4 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ റൈസൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നല്ല രീതിയിലൊന്ന് നോക്കാം. അപ്പം എല്ലാവരും റൈസ് എടുക്കുന്നതിന് മുന്നേ കടക്കാരോട് ചോദിക്കുക അതിൻ്റെ വേവ് കുറഞ്ഞതാണോ കൂടിയതാണോ എന്ന് നോക്കുക. ഇപ്പോൾ എനിക്ക് 4 വിസിൽ മതിയാകും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം ചില റൈസൊക്കെ 5ഉം 6ഉം വിസിൽ കേൾക്കേണ്ടതായിട്ട് വരും. അപ്പം എല്ലാവരും ചോദിച്ചിട്ട് വേണം ഇത് കൂടുതലായിട്ട് വേവിക്കാൻ. ഇനി ഇതിൻ്റെ പ്രഷർ പോകുന്നത് വരെ നമ്മൾ കുക്കർ തുറക്കുന്നില്ല. അപ്പോഴേക്കും ഇത് നല്ല രീതിയിലൊന്ന് വെന്ത് ഇതിനുള്ളിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരും. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നായി ഈ കൗണ്ടർ വെയിറ്റ് ഒന്ന് മുകളിലോട്ട് പൊക്കി നോക്കണം. വെയിറ്റൊക്കെ ഈ പ്രഷറൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത്. അതിന് ശേഷമേ ഓപ്പൺ ചെയ്യാവൂ. അല്ലെങ്കിൽ കുക്കർ പെട്ടെന്ന് മുകളിലേക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് എല്ലാം വന്നിട്ടുണ്ട്. ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാം നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരല്പം മല്ലിയില ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വീണ്ടും വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം. ഇതൊരു കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ചിരുന്നാൽ മതി. ഒരുപാട് നേരം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ ആ ഇട്ട മല്ലിയിലയുടെ മണം കൂടി ആ ചോറിലേക്ക് വരും. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു വെർഷൻ കൂടി ഉണ്ട്. അത് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ ഇനി കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാകും. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു
ബിരിയാണിയാണ്. വലിയ മസാലകളോ ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.